വിജയപരാജയം തീരുമാനിക്കപ്പെടുന്നത് ഖബറിൽ അവസാനമായി റസൂലുള്ളാഹിനെ കാണിക്കപ്പെട്ടുകൊണ്ടാണ്. അല്ലാഹുവേ, വിജയികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇനി രണ്ടാമത്തെ ഊത്ത് നടക്കുകയായി. ഫഇദാ നുഫിഖ ഫീഹി ഉഖറാ ഫഇദാ ഹും ഖിയാമുൻ യൻളുറൂൻ. ചിന്തിക്കണം, ഞാൻ പറഞ്ഞതറികള് ലോകത്ത് ഈ ഹബീബിന്റെ ചർച്ച അവസാനിക്കുന്നില്ല. ലോകം അവസാനിച്ചാലും അവസാനിക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖിയാമത്തുൽ മഹ്ശറിലേക്ക് ആളുകൾ കടന്നു ചെല്ലാൻ. ഫഇദാ നുഫിഖ ഫീഹി ഉഖറാ ഫഇദാ ഹും ഖിയാമുൻ യൻളുറൂൻ. ആളുകൾ കൂട്ടം കൂട്ടമായി മഹ്ശറിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഒരു ചാൺ അകലത്തിൽ സൂര്യത്തിന്റെ ചുവട്ടിലായി അവർ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മൈൽ അകലത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചുവട്ടിലാണ് ആളുകൾ അങ്ങനെ വിയർത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. 1500 കൊല്ലമാണ് മഹ്ശറിൽ നിൽക്കേണ്ടത്. 1500 കൊല്ലം മഹ്ശറിൽ നിൽക്കണം. അതിൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കൊല്ലല്ല, ഇവിടത്തെ 50,000 കൊല്ലമാണ് അവിടുത്തെ ഒരു ദിവസം. ഇവിടത്തെ 50,000 കൊല്ലമാണ് മഹ്ശറിയിലെ ഒരു ദിവസം. അങ്ങനെയുള്ള 1500 കൊല്ലം എന്നിട്ട് ഇങ്ങനെ ഇടിപൊരികൊള്ളാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞത് അങ്ങനെയാണ്, അല്ലാഹ്, സിദ്ദീഖിന്റെ കയ്യിലൊന്നുമില്ലല്ലോ, യാത്ര വളരെ ദീർഘമല്ലേ, സ്വർഗ്ഗമെന്ന ഉദ്ദിഷ്ട തലത്തെത്തുന്നതിന് മുമ്പ് ദീർഘമായ യാത്രയുണ്ട്. അത് ബർസഖ് യാത്രയാണ്. 1500 കൊല്ലത്തിനടുത്തായി സിദ്ദീഖ് ഖബറിൽ കിടക്കാൻ റളിയല്ലാഹു അൻഹു. ഇനി എത്ര കൊല്ലം കിടക്കണോന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന മഹ്ശറ, ഈ മഹ്ശറയിൽ ആളുകൾ ഇങ്ങനെ കിടന്നിട്ട് വല്ലാതെ വിഷമിക്കുകയാണ്. അവസാനം ആളുകൾ തന്നെ പറയും, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ രണ്ടാലൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അവസാനം അവർ തീരുമാനിക്കുന്നത് എന്താ? റബ്ബിനോട് പറയുകയല്ല ചെയ്യുന്നത്. പിതാമഹനായ ആദം അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെന്ന് പറയാണ്, ആദം നബിയോട് പറയാണ്, റബ്ബിനോടൊന്ന് ശുപാർശ ചെയ്യണം, ഞങ്ങളെ ഈ അവസ്ഥയിൽ നിന്നൊന്നുകിൽ നരകമല്ലെങ്കിൽ സ്വർഗമെന്ന് മാറ്റിത്തരാൻ. ആദം അലൈഹിസ്സലാം പറയാണ്, എനിക്കതിന് കഴിയില്ല, ഞാൻ എന്റെ കാര്യത്തിൽ ബേജാറില്ല, നിങ്ങൾ ഇന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ചെല്ലിൻ. അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കും ചെല്ലാണ്. അവസാനം റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെല്ലുകയാ. ഈസാ അലൈഹിസ്സലാം പറയും, ഞാൻ എന്റെ കാര്യത്തിൽ ബേജാറില്ല, ഇതു മുഹമ്മദാ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെല്ലണേ. മഹ്ശറ അല്ലാഹ് തുടങ്ങണോ? മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ മഹത്വം എന്താന്ന് മഹ്ശറയിലെ മുഴുവൻ മനുഷ്യരും തിരിച്ചറിഞ്ഞല്ലാതെ അല്ലാഹ് മഹ്ശറ തുടങ്ങൂല.